അജാനൂർ ക്രസന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. പ്രശസ്ത ഗായകൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി വർണ്ണാഭമായ കലാപരിപാടികളോടെയാണ് അജാനൂർ ക്രസന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷികാഘോഷ പരിപാടികൾ നടന്നത്. വാർഷികാഘോഷ പരിപാടി പ്രശസ്ത ഗായകൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു മെഡിസിൻ കൂടിയാണ് ഒരു പാട്ട് കേൾക്കാന്ന് പറഞ്ഞാൽ. 5-6 വർഷമായി ഈ കൊറോണയുടെ ഗൗതരതാണ്ഡവത്തിൽ അകപ്പെട്ട് ഞാനും നിങ്ങളൊക്കെ ഇപ്പോഴും വായുമൂടി കെട്ടിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അടുത്തിരിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോഴും ഉണ്ടാകുന്ന വിഭ്രാന്തി എന്തുകൊണ്ടാണ് നമുക്കുണ്ടാകുന്നത്? ദേഷ്യം പിടിക്കുക എല്ലാവരിലും ഉണ്ടാകുന്നതാണ്. ഇപ്പോഴത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ഒക്കെ ഈ വിഭ്രാന്തി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ബ്ലഡിൽ പാടില്ലാത്ത കോർട്ടിസോൾ എന്നൊരു സ്ട്രെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രാസമാറ്റങ്ങളിലൂടെ തലച്ചോറുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നതുകൊണ്ടാണ് ഈ വിഭ്രാന്തി നമുക്കുണ്ടാകുന്നത്. അതിഷ്ടമല്ലാത്ത സ്പർശം, ഇഷ്ടമല്ലാത്ത രുചി, ഇഷ്ടമല്ലാത്ത കേൾവി, ഇഷ്ടമല്ലാത്ത കാഴ്ച, ഇതൊക്കെ നമുക്ക് വിഭ്രാന്തി ഉണ്ടാകും. നമ്മളെ മക്കളിപ്പോൾ 5-6 മണിക്കൂർ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മടുപ്പ് വരും. അവർക്ക് വിഭ്രാന്തി വരും. പുസ്തകം വലിച്ചത് ഉമ്മേനെ ചീത്ത പറയും, ഉപ്പേനെ ചീത്ത പറയും, എല്ലാവരും ചീത്ത പറയും, ഒക്കെ അത് വിഭ്രാന്തിയാണ്. പക്ഷേ ഈ സമയത്ത് ഒരു പാട്ട് കേട്ടാൽ, അല്ലെങ്കിൽ ഒരു നൃത്തം കണ്ടാൽ, ഒരു ചിത്രം കണ്ടാൽ, മറ്റൊരു ഡോപാമൈൻ ഹോർമോൺ പിന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ആദ്യത്തെ സബ്ഡ്യൂ ചെയ്ത് ഇല്ലാതാക്കുകയാണ്. അപ്പോഴാണ് നമ്മൾക്ക് സമാധാനം കിട്ടുന്നത്. അപ്പോൾ സംഗീത നൃത്താദി കലകളെല്ലാം തന്നെ ഒരു മെഡിസിൻ കൂടിയാണ്. സത്യമാണ്. നിങ്ങൾ പാഠ്യ വിഷയങ്ങളോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. 5-6 മണിക്കൂർ പുസ്തകം നിങ്ങൾ വായിച്ച മടുപ്പ് തോന്നുമ്പോൾ ഒരു പാട്ട് കേൾക്കുക, ഒരു പാട്ട് പാടുക, ഒരു 3 മിനിറ്റ് ഒരു ചിത്രം വരയ്ക്കുക, ഒരു ശില്പം ഉണ്ടാക്കുക, ഒരു നൃത്തം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക. എന്തൊന്നും ആവുമ്പോൾ പഠിക്കാൻ മോട്ടിവേഷൻ കൂടുകയാണ്. ഞാനൊക്കെ പണ്ട് കാലത്ത് ആ ഓലപ്പുരയിൽ താമസിക്കുന്ന സമയത്ത് പാട്ടിലൂടെയാണ് സൂത്രങ്ങളിലൊക്കെ വായിച്ച് പഠിച്ചത്. എനിക്ക് A+B² = A² + 2AB + B² ആയിരുന്നു ഞാനത് പഠിച്ചത്. A+B² = എന്നെ പഠിപ്പിച്ച നന്ദിനി ടീച്ചർ എന്നോട് ചോദിക്കുന്നു, A+B² = പ്ലീസ് ആൻസർ. A+B² ഇങ്ങനെ പറഞ്ഞു. ആദ്യം എൻ്റെ മനസ്സിലൊരു ഇതുണ്ടായി, ഒരു ട്യൂണുണ്ടായി. എങ്ങനെയാണ്? A+B² = A² + 2AB + B². A - B² = A² - 2AB + B². ഞാനിങ്ങനെ കൂട്ടണം വളരെ എളുപ്പത്തിൽ. അപ്പോൾ ഈ സംഗീത നൃത്താദി കലകളിൽ നിങ്ങൾക്ക് പാഠ്യ വിഷയങ്ങൾക്ക് ഒരു സഹായം കൂടിയാണ്. ഒരു സിദ്ധി ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ചെയർമാൻ അഷ്റഫ് MBM അധ്യക്ഷത വഹിച്ചു. മാനേജർ PK അബ്ദുള്ള കുഞ്ഞി, ട്രഷറർ C കുഞ്ഞബ്ദുള്ള, C മുഹമ്മദ് കുഞ്ഞി, K അബ്ദുൽ ഖാദർ, EK മൊയ്തീൻ കുഞ്ഞി, PTA പ്രസിഡന്റ് UV ബഷീർ, A ഹമീദ് ഹാജി, CH അഹമ്മദ് കുഞ്ഞി ഹാജി, BM മുഹമ്മദ് കുഞ്ഞി, സുറൂർ മൊയ്തു ഹാജി, PM അസൈനാർ എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി TP അഷിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. 20 വർഷത്തിൽ കൂടുതൽ സ്കൂളിൽ സേവനം ചെയ്തു വരുന്ന അധ്യാപകർക്കും അനധ്യാപകർക്കുമുള്ള ഉപഹാരവും കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രിൻസിപ്പൽ A സൈഫുദ്ദീൻ സ്വാഗതവും സ്കൂൾ ലീഡർ സവദ സ്നീം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.